ഹലോ ഡിയേഴ്സ്, LS ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടനാട് സ്റ്റൈല് ആവോലി കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിലേ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് ആവോലിയാണ് കിട്ടിയിരിക്കുന്നത്. വൈറ്റ് ആവോലി ചെയ്യാം. പിന്നെ നമുക്ക് അയല ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നല്ല ടേസ്റ്റാണ് അയല ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അയക്കൂറ ചെയ്യാം. അപ്പോൾ നമ്മൾ ആവോലി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 6-7 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ആ ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് വരാം. ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പൊടിയൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചില്ലി പേസ്റ്റാണ്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പുഴുങ്ങിയിട്ട് അരച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കറിക്ക് നല്ല കളറും നല്ലൊരു കൊഴുപ്പും കിട്ടുന്നതാണ്. ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, മിക്ക മീൻ കറികളിലും ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, മീൻ കറിയൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ 2 കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ തിളച്ച് ഒരു ലേശം ഒന്ന് ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്കും ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചിയാണ് കേട്ടോ. ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ മീനിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. ആവോലി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റൊന്നും വേണ്ട, അത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ആവോലിക്ക് അധികം ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ഇളക്കാണ്ട് അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു തേങ്ങേൻ്റെ പാലെടുക്കുന്നുണ്ട്. നല്ല കട്ടി പാല് കിട്ടേണ്ടിയിട്ട് ഒരു തേങ്ങേൻ്റെ പാലെടുക്കുന്നുണ്ട്. എന്നിട്ടും കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും. അപ്പം നമ്മളിനി അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് തിളപ്പിക്കണ്ട. അപ്പോൾ നല്ല തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിരുന്നത്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തക്കാളി ഇതിൽ തന്നെ വെന്തോളും. നമ്മൾ ഇനിയിപ്പോൾ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ തക്കാളി ഇതിൽ തന്നെ കിടന്ന് വെന്തോളൂ കേട്ടോ.
അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടനാടൻ ഫിഷ് കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. പരീക്ഷിക്കാൻ മറക്കരുത്. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ LS ഫാമിലി കിച്ചൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സൂപ്പറാണെന്ന് വെറുതെ പറഞ്ഞതല്ല, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും പരീക്ഷിച്ച് നോക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവോലി മാത്രമല്ല അയലയും ഐക്കൂറയും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.